അയാൾ നിന്ന് മീൻ പിടിക്കും. അയാൾ നീ നേരെ കിട്ടാത്ത ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മീൻ പിടിക്കുന്നത്. ഞാൻ അതൊന്ന് ക്യാമറയിൽ എടുക്കാൻ പോയി അല്ലെങ്കിൽ അയാൾക്ക് മീനൊന്നും കിട്ടുന്നില്ല. ഞാൻ ക്യാമറയും കൊണ്ട് പോയി അയാളെ കൂടി നാളെ കിട്ടുന്നത്. വെൽക്കം ടു മൈ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിന്ന് വെള്ളായണി കായൽ കാണാൻ പോയാലോ? വായോ. ഞങ്ങൾ 5 അംഗ സംഘമാണ് കേട്ടോ കായൽ കാണാൻ പോകുന്നത്. ഞങ്ങൾ 5 പേരും കൂടെ വേഗം വെച്ച് പിടിക്കാൻ തുടങ്ങി കായലിലേക്ക്. വീട്ടിൽ നിന്നൊരു 10 മിനിറ്റ് നടന്നാൽ തന്നെ കായലിലേക്ക് എത്തും. എന്താ പ്രകൃതി മനോഹരമായ കായൽ കണ്ടു. പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ശാന്തമായ ഒരിടത്ത് ഇരിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ വെള്ളായണിക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ശുദ്ധജല തടാകങ്ങളിലൊന്നാണിത്. ശാന്തമായ കായലും അതിനോടനുബന്ധിച്ചുള്ള പ്രകൃതി ഭംഗിയും സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. കൃഷിക്കും മത്സ്യബന്ധനത്തിനും ഈ കായൽ ഒരു പ്രധാന ജലസ്രോതസ്സാണ്. കണ്ടോ, കാണാൻ എത്ര ഭംഗിയാണല്ലേ ഈ കായൽ കാണാനായിട്ട്. ഇങ്ങനെ ഇവിടെ വന്നിരുന്നാൽ നല്ല രസമായിരിക്കും. അവിടെ ഇരിക്കാനായിട്ട് ബെഞ്ചൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് അതിൻ്റെ സൈഡിലുള്ള ഒരു കുഞ്ഞിക്കടയാണ് കേട്ടോ. ജസ്റ്റ് നാരങ്ങവെള്ളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കണ്ടാൽ ഇത് പാടമാണെന്നൊക്കെ തോന്നും, പക്ഷേ അല്ല, ഇത് കായലാണ് കേട്ടോ. കായൽ ഇങ്ങനെ മൂടി കിടക്കുന്നതാണ്. ഇടയ്ക്ക് വെച്ച് ഈ പായലൊക്കെ നീക്കി നമ്മുടെ തടാകത്തിന് വീണ്ടെടുത്തതാണ്. പിന്നെയും പായൽ കൊണ്ട് മൂടിയിരിക്കുകയാണ് കായൽ. ഇനിയും ശരിയാക്കുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചിങ്ങനെ നടക്കുവാണ് കേട്ടോ. നല്ല രസമാണ് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ. ഇങ്ങനെ കിളികളുടെയും കാക്കകളുടെയൊക്കെ കരച്ചിലും ഒക്കെ കേട്ട് ഇങ്ങനെ അവിടെ ഇരിക്കാൻ നല്ല രസമാണ്. കായൽ ഇപ്പുറ സൈഡ് ഫുള്ള് വെള്ളം കാണാം, അപ്പുറ സൈഡ് ഫുള്ള് ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. ഇതിങ്ങനെ കണ്ടാലോ നമുക്കിങ്ങനെ അതിൻ്റെ അടുത്ത് ചെന്നിങ്ങനെ ആ തിട്ടയിലിങ്ങനെ ഇരിക്കാൻ തോന്നും. കാലങ്ങോട്ടേക്ക് ഇട്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നും. ആ വെള്ളം കണ്ടാലാണെങ്കിലോ ഒന്ന് എടുത്ത് ചാടാനൊക്കെ തോന്നും. പക്ഷെ ഒരിക്കലും എടുത്ത് ചാടരുത് കേട്ടോ. ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നവരെ നമ്മൾ അവിടെ കിടന്ന് വെള്ളം കുടിച്ച് കിടക്കേണ്ടി വരും. ഒരാവേശത്തിന് എടുത്ത് ചാടിയിട്ട് ഇനി എന്ത് ചെയ്യും? അവിടെ ഒരിക്കലും ചാടരുത്. നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പം ഞാനിങ്ങനെ ചുറ്റും നിന്ന് എല്ലാ കാഴ്ചകളും പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ക്യാമറ കണ്ടപ്പോൾ ഓടി വിളിക്കുന്ന ദേവുവിനെയും പൊന്നുവിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പം ഞാനിങ്ങനെ ക്യാമറ ഫോക്കസ് ചെയ്തപ്പോൾ അപ്പുറ സൈഡിൽ നിന്ന് 2 പേരിങ്ങനെ ടാറ്റ കാണിക്കുന്നുണ്ട്. കണ്ടോ, ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാനായിട്ട്. ഇവിടെ ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ വൈകുന്നേരമൊക്കെ ഇരിക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. അപ്പം അമ്മ പറയുന്നുണ്ട് ഓപ്പോസിറ്റ് ഒരാൾ നിന്ന് മീൻ പിടിക്കുക. അയാൾ മീൻ നേരെ കിട്ടാത്തതുകൊണ്ട് ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മീൻ പിടിക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് ക്യാമറയിൽ എടുക്കാൻ പോയി. അല്ലെങ്കിൽ അയാൾക്ക് മീനൊന്നും കിട്ടുന്നില്ല. ഞാൻ ക്യാമറയും കൊണ്ട് പോയി അയാളെ കൂടി നാണം കെടുത്തുന്നത് എന്തിനാന്ന് വിചാരിച്ച് ഞാൻ എടുത്തില്ല. അത് കണ്ടോ, മരത്തിൽ കുപ്പിയിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് അലങ്കരിച്ചിട്ടിങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ക്യാമറയിൽ കൂടെ കാണുന്നത് പോലെയല്ല, അത് നേരിട്ട് കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്. അതങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഫോക്കസ് ചെയ്ത് അതിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ്. അങ്ങനെ ഇവിടെ നിന്നൊരു റീൽസൊക്കെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് എടുത്തില്ല. വള്ളവും ബോട്ടും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. വള്ളത്തിലൊക്കെ ഇങ്ങനെ പോവാനൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അവിടെ ആരെയും കാണാനില്ല. പിന്നെ ഞങ്ങളെല്ലാവരും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കായലൊക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. താങ്ക് യു.